ഒരു മുട്ടക്കടി ബാക്കി കിടപ്പുണ്ടെന്ന് എനിക്കറിയാം. അതൊന്നും മനസ്സിൽ വെച്ചിട്ട് പെരുമാറില്ലേ. പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. പൈസയുടെ കാര്യം ഇപ്പോൾ പൈസക്കാരൻ വന്നോ? ഈ ബീഡിക്കൊക്കെ ഇപ്പൊ ചന്ദനത്തിരിയുടെ മണവ എന്ത് ചെയ്യാനാ? നടക്ക് അയ്യോ കുഞ്ഞമ്പുസകാവ് ശശി ഒല്ലീന ബാബുരാ വിളിച്ചെല്ലാരും ഉണ്ടല്ലോ. നമസ്കാരം. നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് മൂൺലൈറ്റ് ബിജോയിയെ 100 ചുവപ്പൻ അഭിവാദ്യങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ബിജോയി ഈ പ്രസ്ഥാനത്തേക്ക് കടന്നു വന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നീട് ഞാൻ വിശദീകരിക്കാം. കാറൽ മാർക്സിന്റെ മൂലധനം കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന ഈ നവോത്ഥാന കാലത്ത് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പാടാ. ഇത്തരം നീക്കങ്ങളൊക്കെ പാർട്ടിനെ ദുർബലപ്പെടുത്തും. ചെന്താമർഷൻ സഖാവെ, പാവപ്പെട്ടവന്റെ കൂടെയല്ലെന്നും പാർട്ടി നിൽക്കേണ്ടത്. അത് ശരിയാ. കല്യാണ സ്ഥലത്തും മരണ വീട്ടിലൊന്നും നമ്മൾ പോകാതായി. പാർട്ടി ഒരു ബലിക്കാക്കയല്ല കണ്ടെടുത്തൊക്കെ ഇറങ്ങി നടക്കാൻ. USSRന്റെ വീഴ്ചയ്ക്കും ബംഗാൾ പ്ലീനത്തിനും ശേഷം നമ്മൾ ശൈലി മാറ്റി സഖാവ് അറിഞ്ഞില്ലെന്നുണ്ടോ? താക്കീത് വേണോ തരം താരത്തിൽ വേണോ? അപ്പൊ പേടിയുണ്ട് അല്ലേ? പിന്നെ ശൈലി നേതൃത്വമാണ് രൂപപ്പെടുത്തുന്നത്. അത് പിന്തുടരാൻ പറ്റാത്തവർക്ക് ഡോർസ് ആർ ഓപ്പൺ. പോകാം. പിള്ളേ താത്വികമായി പാർട്ടി പബ്സിനെതിരാണെങ്കിലും ബീഫ് ആയതുകൊണ്ട് രണ്ടെണ്ണം കഴിക്കാം. വർഗീയത ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് തോപ്പിക്കാൻ പറ്റും അല്ലേ? വർഗീയ ശക്തികൾ പരസ്പരം മുലയൂട്ടി അതിവേഗം വളരുകയാണ്. വേണം. ശാസ്ത്രബോധവും യുക്തിബോധവും ജനങ്ങളിൽ വളർത്തിയാൽ മാത്രമേ ഇതിനൊരു പോംവഴിയാവൂ. നോക്കാം. ചേട്ടോ, ഞങ്ങള് പഞ്ചായത്തിൽ പരദേശി മോഡ് നടപ്പാക്കാൻ പോകുന്ന അറിഞ്ഞില്ലേ? അയ്യോ, അതപ്പം എല്ലാ ബംഗാളികളെ ആസാമിലേക്ക് കയറ്റിവിടാൻ പോവാ. മിത്രമേ, മലയാളിയൊന്നും പണിക്ക് കിട്ടത്തില്ല. ഇന്നത്തെ ചിന്തപേട്ടക്കിൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അയ്യോ, ഇവനില്ല എന്റെ കട പൂട്ടിപ്പോവും. അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. രാജ്യമാണ് പ്രധാനം. യഥോ ധർമ്മ തഥോ ജയ. महाफलेषु कदाचन। लेकिन उससे पहले एक विशेष सूचना। आज अध्यक्ष महोदय पूरे देश को संबोधित करेंगे और अब एक विशेष गाने की विशेष फरमाइश कन्नूर से। गाना है परदेसी। ചലോ മിത്രം. എന്തോ വലുത് വരാനിരിക്കുന്നു. गाना सुनिए. അതുകൊണ്ട് ഇത്തവണ ബംഗാളിയെ വെറുതെ വിടാം. आज अध्यक्ष महोदय देश को विशेष रूप से संबोधित करेंगे. മെമ്പർ പറഞ്ഞതുപോലെ തന്നെ പശുവിനെ നന്നായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ പിണ്ണാക്കും വൈക്കോലും കാടിവെള്ളവും എല്ലാം കൂടെ ചേർത്തൊരു 5000 രൂപ ചെലവായിട്ടുണ്ട്. അതെനിക്ക് കിട്ടിയേ പറ്റൂ. അയ്യോ, അത് ഇത്തിരി കൂടുതലല്ലേ എന്റെ തങ്കമ്മ ചേച്ചി? ആ കാടിവെള്ളത്തിന്റെ വിലയെങ്കിലും ഇത്തിരി ഒന്ന് കുറയ്ക്ക്. കഞ്ഞിവെള്ളം പിള്ളേർക്കും പിള്ളേരുടെ അച്ഛനും പോലും കൊടുക്കാതെ ഇതിന് കൊടുക്കുന്നത് അറിയാവോ? ഓ ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ ഒട്ടും കുറയ്ക്കണ്ട. ഒരു 2500 രൂപ ഞാൻ അങ്ങ് തരും. കണ്ണി ചോരയില്ലാതെ ഇങ്ങനെ പറയല്ലേ മെമ്പറെ. എന്റെ പിള്ളേരെ നോക്കുന്ന പോലെ ഞാൻ ഇതിനെ നോക്കിയത്. ചീട്ടി കിട്ടുമ്പം 2500 രൂപ ഞാൻ അങ്ങ് തരും. ഇതിവിടെ നിന്നോട്ടെ. അങ്ങനെ പറയരുത് ചേച്ചി. ഇനി കാടിവെള്ളത്തിലെ ബൂസ്റ്റ് ഹോർലിക്സും ഇട്ട് ഇളക്കണ്ട. പിടിച്ചോ, ഇതൊരു 4500 രൂപ തികച്ചുണ്ട്. പിടിക്ക് ഗോപാലേട്ടാ. എന്നിട്ട് ഐശ്വര്യമായിട്ട് പഴയ കയറ് മാറ്റി പുതിയ കയറിയിട്ട് തന്നേ. ഒരു MB കൂടെ പോയി. അത് വെട്ടാം. അത് തൊടാൻ പറ്റത്തില്ല, അത് ഹൈക്കമാൻഡാ. ഒരു 100 രൂപ എനിക്ക് പോയിട്ട് ധൃതി ഉണ്ടായിരുന്നു. എടാ, നിനക്ക് വല്ല പണിക്കോ കൂടി 100 രൂപ. അത് നമ്മുടെ അടുത്ത് കണ്ടിട്ട് എത്ര ആളായി? അടുത്ത പശുവായിട്ട് സുനന്ദ ചേച്ചി വീട്ടിലേക്ക് പോയിട്ടുണ്ട്. സാമ്പത്തികമായി മുന്നേറിയ ശേഷം മറ്റുള്ള രാഷ്ട്രങ്ങളെ കീഴ്പ്പെടുന്ന ചൈനയുടെ തന്ത്രമാണ് അവളുടെ. അത് ശരിയാ. ഇത് തന്നെയല്ലേ അവിടുത്തെ കൊണ്ടുവരാ അണ്ടി ഓഫീസിൽ നടക്കുന്നേ? കൊണ്ടുവരേ ഇത് തന്നെ അൻഡ്രിയ. ആ അവിടെ നമ്മുടെ പട്ടിണി മാറുന്നുണ്ടെങ്കിൽ ചൗധരിജി കനിയണം. കഞ്ഞി. കഞ്ഞി ദേവൻ. इतना समय वाच नहीं है ना. देखा പിടിച്ചാ പിടിച്ചാ തിരിച്ച് പശ ഇങ്ങനെ തേക്ക 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 ഏസ ഓട്ട ഒട്ട ഒട്ട തേക്ക തൂസ തേക്ക തേക്ക എന്നിട്ട് ഇങ്ങനെ മറിച്ച് ഒട്ടിക്ക ഒട്ട ഒട്ട മനസ്സ തീസറ ചാർസ ഇതർ ഒട്ട നെയ് ഇതർ വർണ്ണക്ക വരക്കുള്ള വരണക്ക വരണക്ക വര 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 ചാർസ ചലോ ബാ. ചേട്ടാ, എന്ത് പണിയാണോ ഞാൻ ചെയ്തോളാം പ്ലീസ്. ശരിയാണല്ലോ, ഇപ്പൊ മൊത്തം നമ്മൾ ഒട്ടിച്ചു തീർത്താനെ. പിടിച്ചേ പറക്കോ പിടിച്ചേ. ദേഹനെ കറന്ന സ്ഥലത്തൊക്കെ കറണം. നമ്മളെ കൊണ്ടുപോകാൻ വരുമ്പോ ഞാൻ പോകുന്നു.
ഓക്കെ. കാലാട്ട് ഇവിടെ ഇരുന്നോ. ഇന്ത്യൻ രാഷ്ട്രീയം തെളിച്ച് തുളുമ്പുമ്പോ ഒരു പണിയെടുക്കാണ്ട് എങ്ങനെ ഇവിടെ ഇരിക്കാൻ പറ്റുന്നു? ബാക്കിയുള്ളവർ പശേച്ച് മതിയായി. ചൗധരിച്ചിട്ട് കാണട്ടെ, കുറച്ച് കാര്യം എനിക്ക് പറയാണ്ട്. എന്തോ പണയും പണയുമ്പോ കണ്ടോ കഥപുസ്തകം വായിച്ചോണ്ടിരുന്നോ? അച്ഛ വിശക്കുന്ന പശ അല്ല ദോശ. എടാ ഇവരെന്ത് ചതിയാണ് എന്റെ ഫോട്ടോ അവരെ ഫോട്ടോ. എടാ എടാ नमस्ते नमस्ते वणक्कम वणक्कम नमस्ते नमस्ते नमस्कार जी. वेलकम. नमस्कार नमस्कार जी. नीना खुश है. नीना जी. जी जी आओ आओ. ഇത് हमारा बेटी अलीना है. अलीना जी यूथ विंग ज्वाइन करिए. आओ एलेक्स जी हाँ. ये केरला है कि अमेरिका है? हाँ नहीं नहीं दिस इज चक्करकुडम. आई नो दैट. आई नो वेयर आई हैव कम. आओ. आज केरला का बर्थडे है ना? हाँ. मैं दिल्ली का मुंडा मुंड पहन के आ गया और आप मलाली में खा सके आप? अయ్యో ఇదెల్లా మలయాళీ సార్, बंगाली नहीं है. మేము మలయాళీ హై. जी Of course I know. ये कौन है? मेंबर. ഒന്ന് നീ मैं सुनंदा, ये पंचायत का मेंबर है. Our party is beautiful. Beauty. കിതർ ഗയ, എവിടെ പോയി? എവിടെയോ പോയി. കിതറോ ഗയ. നന്ദി, धन्यवाद. हमारे यहाँ आपको नम्रता के साथ स्वागत है. अरे बिल्कुल. आइए, आइए. സെറ്റിൽമെന്റ് കൊടുക്കാൻ പറഞ്ഞില്ലേ? So many balloons. बहुत खर्चा किया. ये सीट. And your seat. ഈ മുണ്ട് പൊക്കി കാണിച്ച സ്റ്റേജിൽ കയറ്റും. ഉറപ്പാണോ? പിന്നെ ഉറപ്പല്ലേ? നമസ്കാരം നമസ്കാരം. ഇങ്ങോട്ട് അടിച്ചു കയറുന്നേ. നേതാക്കളും ഭാരവാഹികളും മാത്രമേ വേദിയിലുള്ളൂ. പ്രവർത്തകർ താഴെ. പിന്നെ ഈ ഊത്ത് വിങ്ങിന്റെ എന്ത് ഊത്ത് അടപ്പില്ലടാ. അലക്സി എന്റെ മീനെ ചൗധരിജിക്ക് നമ്മളെ കണ്ടെങ്കിൽ നമ്മൾ മുമ്പിരിക്കണ്ടേ? ബാ ദേശീയ നേതാവ് ശ്രീ ഹരിറായ് ചൗധരിയെ ഏതാനും വാക്കുകൾ സംസാരിക്കാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വി വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ശ്രീ ഹരിറായ് ചൗധരിജി. ആവോ ആവോ സർ. I love चक्रकुडम. आदरणीय एलेक्स जी, पुष्करन जी, कनप्पन जी और सुनंदा जी. ആ ബലൂൺ മുഴുവൻ നമ്മുടെ ശ്വാസവും. नीना जी, बिंदु जी, सिंधु जी, एंटनी जी, कोटन जी, केरल के सभी जी को मैं दिल से नमस्कार करता हूँ. അതെ, വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും സുനന്ദ, സിന്ധു, ബിന്ദു എന്നിവർക്കും നമസ്കാരം. ये जो इतना बड़ा समूह आज हमारे ഇതിലും ഭേദം വല്ല ചോട്ടാ ഭീമും കാണുന്നത്. കണക്കിന് ആളുകളാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. कि आप लोगों के दिल में हमारे लिए कितना प्रेम है, നിങ്ങൾക്കുള്ള സ്നേഹവും നമുക്ക് മനസ്സിലാവും. मैं उसके लिए आपका धन्यवाद करना चाहता हूँ. ये धन्यवाद करना चाहता हूँ. ആ അതെ, എന്റെ കൂപ്പുകൈ. आप इस सुनंदा जी, आप पास आइए. അടുത്തു വരൂ സുനന്ദേ. आप इधर आइए. ये माइक बहुत अच्छा है. ഇവൻ കേന്ദ്രനല്ല, വേന്ദ്രനാ. क्या ट्रांसलेशन करती हैं आप? मतलब ओरिजिनल से बेटर. कम क्लोजर. पास आ जाइए. कंफर्टेबल. नॉर्थ इंडिया में हम बड़ी कठिनाइयों का सामना कर रहे हैं. നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ സ്ഥിതി കുറച്ച് പരിതാപകരമാണ്. इंडिया हमारे हाथ से फिसल गया है लाइक वेट सोप. ഇന്ത്യ നമ്മുടെ കയ്യിൽ നിന്ന് പോയി, നനഞ്ഞ ചന്ദ്രിക സോപ്പ് പോലെ. लेकिन हम इंडिया को वापस लाएंगे. അയ്യോ, പക്ഷെ നമ്മൾ ഇന്ത്യയെ തിരിച്ചു പിടിക്കും. हमारे देश में केवल दो ही प्रॉब्लम्स है, एक रोटी की
और एक दो तेकी നീങ്ങിയത് നമ്മുടെ നാട്ടിൽ 2 പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന് അരിയും മറ്റത് മുണ്ടും. പക്ഷേ പഠിക്കുന്ന സമയത്ത് സെക്കൻഡ് ലാംഗ്വേജ് വല്ല ഹിന്ദി കൊടുത്താൽ മതിയായിരുന്നു. ഹംജി എന്തെങ്കിലും മനസ്സിലായിരുന്നു. എന്തോ ഹിന്ദി. ഞാൻ ടീഷർട്ട് വാങ്ങിച്ചു തന്നിരിക്കുന്ന എന്റെ ഫോട്ടോ വെച്ച് അടിക്കാനല്ലേ? പിന്നെ ബാക്കിയുള്ള എല്ലാ ഊളുകളും അവരെ ഫോട്ടോ വെച്ച് അടിച്ചേക്കണം. നിന്റെ പിടിപ്പെടാൻ വിളിച്ച മുദ്രാവാക്യത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ടീമുകളാ. പക്ഷെ ഇന്ന് തന്നെ ഞാൻ അടുത്ത കുറ്റടിയും. നീ ഓക്കെ സർവത്തടിക്കാം. MLA MP ഒക്കെ ഇനി സ്വപ്നങ്ങൾ മാത്രം. ഈ പഞ്ചായത്തിലെങ്കിലും എന്തെങ്കിലും ആകാമെന്ന് കരുതി അടി കഴിച്ചു കിടക്കുന്നു. അതും നടക്കുമെന്ന് തോന്നില്ല. ചൗധരി ജിയും 3G ആയി. ഒരു സ്ഥാനത്ത് കയറിയ പിന്നെ ചത്തേ മാറും. വേറെ എന്തെങ്കിലും പണി ചെയ്ത് ജീവിക്കാന്ന് വെച്ചാ വേറെ എന്ത് പണി അണിയാം? കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കതർ ഷർട്ടും ലെതർ പേഴ്സൊക്കെ ഉണ്ട് കയ്യിൽ. പേഴ്സിലാണെങ്കിൽ 5 പൈസ ഇല്ല. ദാരിദ്ര്യം. ചാനൽ ചർച്ചയ്ക്ക് പോലും വിളിക്കുന്നില്ല. അവർക്കാണെങ്കിൽ വക്കീല് അല്ലെങ്കിൽ രാഷ്ട്രീയ സീമ്പടുത്തക്കാർ മതി. രാഷ്ട്രീയ സീമിടുത്തക്കാരോ? രാഷ്ട്രീയ നിരീക്ഷകർ. ഓ, എനിക്കാണെങ്കിൽ കുറെ കടമുണ്ട്. എടാ കഴിഞ്ഞ പ്രാവശ്യം ടീഷർട്ട് തേച്ച പോലെ ഇപ്രാവശ്യം ആരും തേക്കാൻ നിൽക്കരുത് കേട്ടോ. എടാ നിങ്ങൾക്ക് എങ്ങനെയൊക്കെങ്കിലും എന്നെ പ്രോത്സാഹിപ്പിക്കടാ. എടാ ലീഡർ കേപ്പർ ഉഷാറാക്കും. ഇക്ക ഒരു 10 പൊറോട്ട 2 BDF. അല്ല ഇപ്പൊ ഉഷാറാക്കാനല്ല പറഞ്ഞത്. ഉഷാറാക്കാൻ ഇനി പറയണ്ടാട്ടാ. വീണ്ടും അവനെ ഓർഡർ ചെയ്യും. രക്ഷില്ല, കറവഴിഞ്ഞ് ഗോപാലൻ തന്നെ പിഴിയേണ്ടി വരും. മോളെ ആ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലെ സ്ത്രീയാ, എന്തോ പൈസക്കാരിവാ. കുഞ്ഞി വാ. ഇവരെന്ത് പറ്റി? അച്ഛൻ രാവിലെ വെറുതെ പാവത്തിനെ പേടിപ്പിച്ചു. പൈസക്കാര്യം എന്ന് പറഞ്ഞപ്പോഴേ കടം തിരിച്ചു വയ്ക്കാമെന്ന് ആരെങ്കിലും അത് വിചാരിച്ചു കാണും. അവളറിയാതിരിക്കാനാ. വാടി. വേറെ ഒരു നിവൃത്തിയില്ലാത്തോണ്ടാ. അറിയാൻ ചേച്ചി, പഞ്ചായത്തിൽ ഇതുവരെ പാസ്സായില്ല. ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറയുന്നുണ്ട്. പക്ഷേ ചേച്ചി കരയല്ലേ, ഞാൻ എന്തെങ്കിലും മാർഗം കാണാം. വിഷമിക്കല്ലേ. അതെ, എനിക്ക് ഇപ്പോഴാളിനെ മനസ്സിലായത്. പണ്ട് PSC റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്ന ആരോ അവരുടെ നിയമനം അട്ടിമറിച്ചു. അന്നു മുതൽ തുടങ്ങിയ ദുരിതമാ. പാവം. ഞങ്ങള് പാർട്ടിയിൽ സീറ്റ് പിടിക്കാന്ന് പറഞ്ഞാൽ പോത്തിനെ പിടിക്കുന്ന പോലെ. എന്താ ലീഡറെ, പോത്തിനെ പിടുത്തോ? നീ ആ ജല്ലിക്കെട്ട് സിനിമ കണ്ടല്ലേ? അതിൽ പോത്തിന്റെ പുറകെ നടക്കുന്ന പോലെ എല്ലാരും പുറകിലും ജി 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 ഒരു ജി ജി എന്ന് വിളിച്ച് കിടക്കണം. നീ തേച്ചോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചു. ഇനി നിൽക്കാൻ പോലും സമയം ഉണ്ടാവില്ലട്ടാ. എന്താടാ ഇത് ഊരിയില്ലേ? ഒരു ലിഫ്റ്റ് എനിക്ക് സീറ്റ് ഇട്ടു. നമ്മൾ നന്നായിട്ട് വൈകി. നമസ്തേ ജി. ഇത്തവണെങ്കിലും ഒരു ചെറിയ സീറ്റ് കിട്ടാൻ വഴിയുണ്ടോ? എന്റെ കാല് പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു വീട്ടിലെ 2 പേർക്ക് സീറ്റ് തരാൻ തൽക്കാലം പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. പിന്മാറാൻ തയ്യാറെന്നും പറഞ്ഞ് സുനിത പാർട്ടിക്ക് ഒരു കത്ത് തന്നാലോ? അങ്ങനെയാണെങ്കിൽ സുനന്ദയ്ക്ക് നേരത്തെ ചെയ്തുകൂടെ? നീ വളരുന്നതിൽ അവർക്ക് താല്പര്യമില്ല. ഞാനൊരു ദയ ചെയ്യാം. 2ാമത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ നോക്കാം. പക്ഷേ ഒറ്റ കണ്ടീഷൻ, നീയും ഇവനും കൂടി എന്റെ മോളുടെ ഒരു കല്യാണം മുടക്കിയില്ലേ? ഓർമ്മയുണ്ടോ? ആ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുള്ളത്. അവിടെ ചെന്ന് പറഞ്ഞതെല്ലാം നുണയാണെന്ന് ചെറുക്കന്റെ വീട്ടുകാരോട് ഇതേപോലെ കാല് പിടിച്ച് പറയണം. കതറിന് കഞ്ഞി പിഴിയാൻ പാങ്ങില്ലാത്ത നീയൊന്നും എന്റെ മോളുടെ പുറകെ നടക്കണ്ട. ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. വിട്ടോ? അല്ല, മറക്കും. ഞാൻ പോവും. എന്തായി? ആ ഗേറ്റ് അങ്ങ് പൂട്ടിയേക്ക്. സീറ്റിന് വേണ്ടി നീ അലക്സിന്റെ കാല് പിടിച്ചത് ഞാൻ അറിഞ്ഞു. നിനക്ക് നാണമില്ലടാ?
എത്ര തവണ നിന്റെ കാല് പിടിച്ച് പറഞ്ഞു ഒന്ന് മാറിത്തരാൻ? അത് നീ ചെയ്യാത്തോണ്ടല്ലേ എനിക്ക് ആ കുരങ്ങന്റെ കാല് പിടിക്കേണ്ട വന്നത്. നിന്റെ പേര് ചൗധരിയുടെ ലിസ്റ്റിലുണ്ട്. പക്ഷേ അലക്സ് നിനക്ക് സീറ്റ് തരുമെന്ന് തോന്നുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് അറിയാലോ. എന്ത് കാരണം? എനിക്കറിയാം നീയും അയാളും ചേർന്നൊരു ഒത്തുകളിയാണെന്ന്. അല്ലെങ്കിൽ ഞാനും നീയും അയാളുടെ ശത്രുവായി ഈ അച്ഛൻ്റെ മക്കളല്ലേ. പിന്നെ എന്താണ് എന്നെ മാത്രം ഒരു ഒഴിവാക്കൽ? എനിക്കറിയാം നിങ്ങൾ ചേർന്നൊരു ഗ്രൂപ്പ് കളിയാണ് ഇതെന്ന്. നിനക്ക് എന്തറിയാടാ? അലക്സ് ചെയ്തതേ നീ മറന്നു കാണും. എനിക്കതിന് പറ്റത്തില്ല. അമ്മയെ കണ്ട ഓർമ്മ നിന്നേക്കാ കൂടുതലേ എനിക്കാ. അയാളെ ഞാൻ അങ്ങനെ വെറുതെ വിടത്തില്ല. അപ്പോ UDP സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഞാൻ ഇവിടെ വായിക്കാൻ പോവാണ്. വാർഡ് 4 MK ഗുണപാൽ, വാർഡ് 5 KP സുനന്ദ, 7 PK കുഞ്ഞപ്പൻ, 9 സുകുമാരൻ നായർ, 11 റഷീദ, 14 PP ടോണിക്കുട്ടൻ. എന്താണ് 6 സീറ്റിൽ മാത്രം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്? ബാക്കിയുള്ള സീറ്റുകളിൽ പ്രഖ്യാപിക്കാത്തതിന് പിന്നിൽ ഗ്രൂപ്പ് തർക്കമാണോ? ഒരു തർക്കവുമില്ല. ഘട്ടം ഘട്ടമാണല്ലോ ഇപ്പോഴത്തെ ഒരു ഫാഷൻ. നിങ്ങൾ അങ്ങനെ തന്നെ എഴുതിക്കോ. ഈ ലിസ്റ്റിൽ KP ഇല്ലല്ലോ. ശരിക്കും ഗ്രൂപ്പ് തന്നെയാണ് യഥാർത്ഥ പ്രശ്നം. സോറി, നോ കമന്റ്സ്. എല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കും. CM പുഷ്കറിന്റെ സ്ഥിരം വാർഡിൽ മറ്റൊരാളാണല്ലോ മത്സരിക്കുന്നത്. പുഷ്കറിന് അടുത്ത ലിസ്റ്റിലുണ്ടാവുമോ? അലക്സിന്റെ ഗ്രൂപ്പുകാരനായ പുഷ്കറിനെ തന്നെ അയാൾ വെട്ടിയോ? ഇതെന്താ അടവ്? അത് അലക്സിന്റെ അടവല്ല, എൻ്റെ ഒരടവാ. അമ്മയെ ബോംബെറിഞ്ഞ കൈയല്ലേ, അതിന് ഈ പഞ്ചായത്തിൽ വേണ്ട. ഈ പാർട്ടിക്ക് വേണ്ടി എന്തുമാത്രം തല്ലോടെന്നറിയോ ഞാൻ? എന്തൊരു പോസ്റ്റർ എവിടെ ഒട്ടിച്ചെന്നറിയോ? ദേ മണം നോക്കി, മൈദന മണം നോക്കി. ഇപ്പോഴും പോയിട്ടില്ല. താങ്കൾ ഇത് പ്രതീക്ഷിച്ചിരുന്നോ? എന്ത് സാറേ, ഇത് ഗ്രൂപ്പ് പ്രവർത്തനം കൊണ്ടുണ്ടായിട്ടുള്ളതാണോ? എവിടെ? ചക്കരക്കുടത്തിന്റെ അമരത്ത് KP ഞങ്ങൾക്ക് വേണം. KPക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പ്രവർത്തകർ 50 പേര് ആത്മഹത്യയും. കേരള KPയുടെ പരപ്പുറത്ത് ആത്മഹത്യയും. കേരളം നിന്ന് കത്തും. ഇങ്ങനൊന്നും ആരും KPനെ കരയിപ്പിക്കാൻ വിചാരിക്കണ്ട. അങ്ങനൊന്നും KP തളരുന്ന് വിചാരിക്കണ്ട. തളരൂല. അതെ, വർക്കിച്ചായം വിചാരിച്ച KP രക്ഷപ്പെടുത്താൻ പറ്റും. അല്ല, ഒന്നുമല്ലെങ്കിലും പുള്ളിക്കാരനില്ലായിരുന്നപ്പോ നമ്മളല്ലേ ഈ വാർഡ് നോക്കി നടത്തിയേ. അത് വേണ്ട. ഒന്നുകൂടെ ഒന്ന് ആലോചിക്കാലോ. അത് വേണ്ട. അല്ല, ഒന്ന് ആലോചിക്കാലോ. അയ്യോ, ഇവിടെയൊക്കെ പുല്ലോ ക്ലീൻ ചെയ്ത് നമ്മൾ തൊഴിലുറപ്പുകാരെ വിളിച്ചിട്ട് സത്യോട്ടും ചേച്ചി പൈസ ചോദിക്കാൻ വന്നല്ലേ ചേച്ചി? ചോദിച്ചോക്ക് ചേച്ചി, സത്യോട് ചോദിച്ചോക്ക്. ഇവരൊക്കെ കണ്ട ഞാൻ പൈസ ചോദിച്ചോ വല്ലോ തരുമെന്ന് ചോദിച്ചോ? കണ്ട ശശിയെ കണ്ടോ? ശശി ആയില്ല. ആരാ? അയ്യോ, ഇതിനാ മേള. ആ അതെ ചേച്ചി, ശശി. ശശിയേട്ടാ ഒന്ന് വന്നേ. ശശി ഇയാൾ ഇതിന്റെ മേലെ ഉണ്ടായിരുന്നോ? ആകെ 3 എങ്ങിട്ടുള്ള ഇന്ന് ഒറ്റം കൊണ്ടുപോകണല്ലേ. ഇങ്ങനെയാണെങ്കിൽ കുറെ ഉണ്ടാക്കും. കഴിഞ്ഞ ആഴ്ചയല്ല അവിടെ തേങ്ങിട്ടത്. നോക്കട്ടെ. നവോത്ഥാനോ ഫാസിസോ പൊളിറ്റിക്കൽ സിദ്ധാന്തമൊന്നും എനിക്ക് കേൾക്കണ്ട. എനിക്ക് ഈ പ്രാവശ്യം മത്സരിക്കാൻ സീറ്റ് വേണം. സഖാവ് ശശിയുടെ സംഭാവനകളെ പാർട്ടി മറന്നിട്ടല്ല. പക്ഷേ പാർലമെന്റ് വ്യാമോഹം അതൊരു യഥാർത്ഥ പാർട്ടി പ്രവർത്തനം യോജിച്ചതല്ല. ഞാൻ പറയുന്നത് പൂർണ്ണ അർത്ഥത്തിൽ ശശിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മോലാളിമാർക്ക് സീറ്റുണ്ട്, പാം പ്രവർത്തകനില്ല. നിങ്ങൾ പറഞ്ഞിട്ട് എത്ര അറിയാത്ത കേസുകൾ ഞാൻ പ്രതിയായിട്ടുണ്ട്. സഖാവേ, ശശി സഖാവ് പറയുന്നതിലും കാര്യമുണ്ട്. അത് പരിഗണിക്കപ്പെടേണ്ടതാണ്. പാർട്ടിയെ നിഷേധിക്കുന്നവരുടെ സ്ഥാനം അകത്തല്ല, വേലിക്ക് പുറത്താ. കൊതവെട്ടാൻ ബാക്കിയുള്ളവരും തെങ്ങറ മോലാളിമാരും. പിന്നെ കുഞ്ഞമ്പ് സഖാവിന്റെ ഈ താടി ഒരു ഫാസിസ്റ്റ് വളർച്ചയാണ് വളരുന്നത്. അതിൽ നമുക്ക് സമൂലമായി വെട്ടുന്നതിന്റെ ആവശ്യമല്ലേ അല്ലേ? സീറ്റ് എന്തോ പതിവില്ലാത്തവരൊക്കെ വന്നു തുടങ്ങിയല്ലോ അമ്പലത്തില്. അകത്തിരിക്കുന്ന പുള്ളി വിചാരിച്ചിട്ടും പുതിയ ലിസ്റ്റ് പേര് വന്നില്ലെങ്കിൽ ഞങ്ങളിവിടെ കുടിക്കോ? ഇത്രയും വിശ്വാസിയായ KPക്ക് പറ്റിയത് ഞങ്ങളുടെ പാർട്ടി തന്നെ. മടിക്കണ്ട, എല്ലാ പാർട്ടിയിൽ നിന്നുള്ള ദേശസ്നേഹികൾ BRPയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിലൊരു ക്ഷീണം പറ്റിയാലും കുഴപ്പമില്ല, ഞങ്ങൾ KPയെ രാജ്യസഭ വഴി മന്ത്രിസഭയിലെത്തിക്കും. ഇനി അതും പാളിയ നോർത്ത് ഈസ്റ്റ് ഒക്കെ വെറുതെ കിടക്കല്ലേ. ഞാൻ വിളിക്കാം. മിസ് കോൾ അടിച്ചാൽ മതി. അങ്ങനെ ആയിക്കോട്ടെ. ചൂണ്ടിടാൻ പോവുകയാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ.